വടകരയെ ആവേശ കൊടുമുടിയിലെത്തിച്ച് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ റോഡ് ഷോയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും. വടകര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. നരേന്ദ്രമോദിയുടെ വികസന വിപ്ലവം ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞാൽ ജയിക്കാമെന്നും വടകരയിലേത് ചരിത്രം രചിക്കാനുള്ള പോരാട്ടമാണെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CK പത്മനാഭൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് മുഖ്യപ്രഭാഷണം നടത്തിയ പത്മജ വേണുഗോപാൽ പറഞ്ഞത്. വൈകിട്ട് 5:00 വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിച്ചത്. നഗരം ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ച റോഡ് ഷോയിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. NDAയുടെ ശക്തി പ്രകടനം വിളിച്ചോതുന്നതായിരുന്നു റോഡ് ഷോ. സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്കൊപ്പം തുറന്ന വാഹനത്തിൽ പത്മജ വേണുഗോപാലും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന മണ്ഡലം കൺവെൻഷൻ മുതിർന്ന BJP നേതാവ് CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നൂറ്റാണ്ടിൽ ചെയ്യേണ്ട കാര്യമാണ് BJP 10 വർഷം കൊണ്ട് ചെയ്തു തീർത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനത്തിന്റെ വലിയ പട്ടിക ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ട്. ശ്രീരാമന്റെ പാതയിലൂടെ ജനജീവിതം സമൃദ്ധമാക്കാനുള്ള നടപടിയാണ് നരേന്ദ്രമോദി നടത്തുന്നത്. ബലികുടീരങ്ങളിലടക്കം ഇത്തവണ താമര വിരിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ട വികസന വിപ്ലവം 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് നമ്മുടെ ഭാരതത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ രംഗത്തും വികസനത്തിൻ്റെ ഒരു വലിയ പട്ടിക നമുക്ക് നിരത്തി വെക്കാനുണ്ട്. അത് നിങ്ങൾക്കറിയാം, എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങളത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരും പോരാളികളുമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയം അപഹരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ രാമരാജ്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാതയിലൂടെയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ താമര എല്ലായിടത്തും വലിയ കുടീരങ്ങളിലും വിരിയും, എല്ലായിടത്തും വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ പത്മജ വേണുഗോപാൽ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. ഇപ്പോൾ നേതൃത്വത്തിലുള്ളവർ മാറാതെ കോൺഗ്രസ് ഗതി പിടിക്കില്ലെന്ന് അവർ പറഞ്ഞു. തമ്മിൽ തല്ലിക്കാൻ മാത്രമാണ് കോൺഗ്രസുകാർക്ക് അറിയുന്നത്. മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി കുഴിയിൽ ചാടിച്ചെന്നും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും പത്മജ അഭിപ്രായപ്പെട്ടു. ഇപ്പോഴത്തെ നേതാക്കന്മാർ പലരും മാറാണ്ട് ആ പാർട്ടി ഗതി പിടിക്കില്ല. കാരണം എത്രയോ പ്രഗത്ഭന്മാരിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാർ. ഈ അർഹതയില്ലാത്തവന് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് കുരുതി കൊടുത്തിരിക്കുകയല്ലേ. ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും ജയിച്ചു പോകേണ്ട മനുഷ്യന് അദ്ദേഹത്തിനെ പിടിച്ച് തൃശ്ശൂർ കൊണ്ടുവിട്ടു. അപ്പോൾ ശരിക്കും ഇപ്പോഴും കൊണ്ട് കുഴി ചാടിച്ചു. അദ്ദേഹം പോയി കുഴി ചാടി. ജനം, കോഴിക്കോട്.